നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. ആദ്യം തന്നെ ബ്രഹ്മസമാജത്തെക്കുറിച്ച് നോക്കാം. ബ്രഹ്മസമാജം 1828 ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിച്ച വർഷം 1828 ആഗസ്റ്റ് മാസം 20 ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ബ്രഹ്മസഭ എന്നാണ്. ബ്രഹ്മസഭ ബ്രഹ്മസമാജ് എന്ന പുനർനാമകരണം ചെയ്തത് 1830. ബ്രഹ്മസമാജം 1866 രണ്ടായിട്ട് തിരിഞ്ഞു. അതാണ് ആദി ബ്രഹ്മസമാജ് എന്നും ഭാരതീയ ബ്രഹ്മസമാജ് എന്നും. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ് ചന്ദ്ര സെൻ. സാധാരണ ബ്രഹ്മസമാജത്തിന് 1878 നേതൃത്വം നൽകിയത് ആരാണ്? ആനന്ദമോഹൻ ബോസും ശിവനാരായണൻ ശാസ്ത്രിയുമാണ്. സാധാരണ ബ്രഹ്മസമാജം 1878 നേതൃത്വം നൽകിയത്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലൻ ആണ്. അടുത്തത് രാജാറാം മോഹൻ റോയിയെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജനനം 1772 മെയ് മാസം 22. ജന്മസ്ഥലം പശ്ചിമ ബംഗാളിലെ രാധാനഗർ ആണ്. അദ്ദേഹത്തിന്റെ പിതാവാണ് രമാകാന്ത് റോയ്, മാതാവ് താരിണി ദേവി. മരണം 1833 സെപ്റ്റംബർ മാസം 27. രാജാറാം മോഹൻ റോയ് രാജ എന്ന ബഹുമതി നൽകിയ മുഗൾ രാജാവ് അക്ബർ ഷാ സെക്കൻഡ് ആണ്. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയത് അക്ബർ ഷാ സെക്കൻഡ് ആണ്. മുഗൾ രാജാവായിട്ടുള്ള അക്ബർ ഷാ സെക്കൻഡ്. അക്ബർ ഷാ സെക്കൻഡിന്റെ പ്രതിനിധിയാണ് രാജാറാം മോഹൻ റോയ്ക്ക് ഇംഗ്ലണ്ട് സന്ദർശിച്ചത്. അക്ബർ ഷാ സെക്കൻഡിന്റെ പ്രതിനിധിയായിട്ടാണ് രാജാറാം മോഹൻ റോയ് ഇംഗ്ലണ്ട് സന്ദർശിച്ചത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ മത പുനരുദ്ധാരണത്തിന്റെ അപ്പോസ്തലൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. രാജാറാം മോഹൻ റോയ് ആത്മീയ സഭ സ്ഥാപിച്ചത് 1815. ഡേവിഡ് ഹാരയുമായിട്ട് ചേർന്ന് രാജാറാം മോഹൻ റോയ് കൊൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ച വർഷം 1817. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. വർഷം 1821. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്ത് ഉൽ അക്ബർ 1822. ബംഗാളി ഭാഷയിൽ ആരംഭിച്ചത് സംവാദ് കൗമുദി 1821. പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചത് മിറാത്ത് ഉൽ അക്ബർ 1822. അടുത്തത് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസിദ്ധീകരണം ഏതെന്ന് ചോദിച്ചാൽ ബംഗദൂതാണ്. ബംഗദൂതിന്റെ വർഷം 1829. ബംഗദൂത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണമാണ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ച വർഷം 1825. വേദാന്ത കോളേജ് 1825. ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച വർഷം 1828 ഓഗസ്റ്റ് മാസം 20. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് 1828 ഓഗസ്റ്റ് 20. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കരണത്തിന്റെ സന്താനം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നേതാവാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയിലെ ആദ്യത്തെ മിഷണറി സ്കൂൾ രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച വർഷം 1830. രാജാറാം മോഹൻ റോയിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായിട്ട് ദേവേന്ദ്രനാഥ ടാഗോർ ആരംഭിച്ച സംഘടന ഏതാണ്? തത്വബോധിനി സഭ. വർഷം 1839. സതി നിർത്തലാക്കാൻ മുൻകൈയെടുത്ത നവോത്ഥാന നേതാവാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ ശ്രമഫലമായിട്ട് വില്യം ബെന്റിക് പ്രഭു സതി നിർത്തലാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത്
1829 ഡിസംബർ മാസം 4-ാം തീയതി. ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്ര സൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന വജ്ര സൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്തത് രാജാറാം മോഹൻ റോയ്. മതങ്ങളെ താരതമ്യം ചെയ്ത് പഠിച്ച് ആദ്യത്തെ അന്വേഷകൻ എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? മോഹിനിയാർ വില്യംസ്. അടുത്തത് രാജാറാം മോഹൻ റോയിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് അർണോസ് വാലേ ശ്മശാനം. ബ്രിസ്റ്റോൾ, ഇംഗ്ലണ്ടിലെ ഒരു ശ്മശാനമാണ് അർണോസ് വാലേ ശ്മശാനം, ഇംഗ്ലണ്ട്. രാജാറാം മോഹൻ റോയിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് തുഫത്തുൽ മുവാഹിദീൻ, ഏകദൈവ വിശ്വാസികൾക്ക് ഒരു ഉപഹാരം, 1805, അതാണ് അതിന്റെ മലയാളം. അടുത്തത് ജീസസിന്റെ കൽപ്പനകൾ, പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, വർഷം 1820. വേദാന്ത ഗ്രന്ഥം, 1815. രാജാറാം മോഹൻ റോയിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് തുഫത്തുൽ മുജാഹിദീൻ, ജീസസിന്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം. ഭഗവത്ഗീതയെ ബംഗാളി ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്ത വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ ജീവചരിത്രകാരൻ മേരി കാർപ്പഞ്ചർ ആണ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ്. ജാതി സമ്പ്രദായമാണ് ഇന്ത്യക്കാർക്കിടയിലെ അനൈക്യത്തിന്റെ ഉറവിടം എന്ന് പറഞ്ഞത് രാജാറാം മോഹൻ റോയ്. ഭഗവത്ഗീതയെ ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹനയുടെ ജീവചരിത്രകാരനാണ് മേരി കാർപ്പഞ്ചർ. തന്റെ ആശയങ്ങൾക്കുള്ള പ്രചാരണാർത്ഥം രാജാറാം മോഹൻ റോയ് വില്യം ആഡത്തിനൊപ്പം സ്ഥാപിച്ച ഒരു സംഘടനയാണ് യൂണിറ്റേറിയൻ അസോസിയേഷൻ സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ആരോടൊപ്പമാണ്? വില്യം ആഡത്തിനൊപ്പം ആശയങ്ങൾ പ്രചരിപ്പിക്കാനായിട്ട് സ്ഥാപിച്ച സംഘടനയാണിത്, യൂണിറ്റേറിയൻ അസോസിയേഷൻ. ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള എതിർത്തുകൊണ്ട് ധർമ്മസഭ എന്ന സംഘടന സ്ഥാപിച്ചത് രാധാകാന്ത് ദേബ്. ബ്രഹ്മസമാജത്തിന്റെ പ്രവർത്തനങ്ങളെ എതിർത്തുകൊണ്ട് ധർമ്മസഭ എന്ന സംഘടന സ്ഥാപിച്ചത് രാധാകാന്ത് ദേബ് ആണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിന്റെ സ്ഥാപകൻ, ഇന്ത്യൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആദ്യത്തെ പ്രവാചകൻ, ആധുനിക ഭാരതത്തിന്റെ ആദ്യത്തെ നവോത്ഥാന നായകൻ, ഇംഗ്ലണ്ട് സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഗുമസ്തനായിട്ട് സേവനമനുഷ്ഠിച്ച നവോത്ഥാന നായകൻ എന്നെല്ലാം ചോദിച്ചാൽ നമ്മുടെ ഉത്തരം രാജാറാം മോഹൻ റോയ്. അടുത്തതായിട്ട് നമുക്ക് ദയാനന്ദ സരസ്വതിയെക്കുറിച്ച് നോക്കാം. അദ്ദേഹത്തിന്റെ ജനനം 1824 ഫെബ്രുവരി 12. ജന്മസ്ഥലം തങ്കാര, ഗുജറാത്തിലെ തങ്കാര. യഥാർത്ഥ പേര് മൂൽ ശങ്കർ എന്നാണ്. അദ്ദേഹത്തിന്റെ ഗുരുവാണ് വിർജാനന്ദ ദണ്ഡിച്ച. മരണം 1883 ഒക്ടോബർ മാസം 30. ദയാനന്ദ സരസ്വതിക്ക് ഋഷി ദയാനന്ദ് എന്ന പേര് നൽകിയത് ആരാണ്? ഗുരു വിർജാനന്ദയാണ് ദയാനന്ദ സരസ്വതിക്ക് ഋഷി ദയാനന്ദ് എന്ന പേര് നൽകിയത്. ജാതി വ്യവസ്ഥയും വിഗ്രഹ ആരാധനയും എതിർത്ത നവോത്ഥാന നായകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതിനെ പറ്റി പരാമർശിക്കുന്ന ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് സത്യാർത്ഥ പ്രകാശം. സത്യാർത്ഥ പ്രകാശം രചിച്ചിരിക്കുന്ന ഭാഷ ഹിന്ദി. വിദേശ വസ്തുക്കൾ ഉപേക്ഷിച്ച്
സ്വദേശി മാർഗം സ്വീകരിക്കുവാൻ ഉപദേശിച്ച നവോത്ഥാന നായകനാണ് ദയാനന്ദ സരസ്വതി. ബോംബെ കത്തിയവാർ ആസ്ഥാനമാക്കി ആര്യ സമാജം സ്ഥാപിച്ചത് 1875 ഏപ്രിൽ 10 ബോംബെയിലെ കത്തേവാർ ആസ്ഥാനമാക്കി ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതി. വർഷം 1875 ഏപ്രിൽ 10. വിഗ്രഹാരാധന, ശൈശവ വിവാഹം എന്നിവയെ എതിർത്ത സംഘടനയാണ് ആര്യ സമാജം. ആര്യ സമാജത്തിന്റെ പിൽക്കാല നേതാക്കൾ ആണ് പണ്ഡിത ഗുരുദത്ത്, ലാല ഹൻസ്രാജ്, ലാല ലജ്പത് റായ് എന്നിവർ. അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ദയാനന്ദ സരസ്വതി ആരംഭിച്ച പ്രസ്ഥാനമാണ് ശുദ്ധി പ്രസ്ഥാനം. അഹിന്ദുക്കളെ ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ദയാനന്ദ സരസ്വതിയുടെ ആരംഭിച്ച പ്രസ്ഥാനം ശുദ്ധി പ്രസ്ഥാനം. ദയാനന്ദ സരസ്വതി ഗോ രക്ഷണി സഭ സ്ഥാപിച്ച വർഷം 1882. അജ്മീറിൽ പരോപകാരിണി സഭ രൂപീകരിച്ച വർഷം 1882. ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ ലാഹോറിൽ സ്ഥാപിച്ചത് ലാല ഹൻസ് രാജ് ആണ്. വർഷം 1886. ദയാനന്ദ ആംഗ്ലോ വേദിക് സ്കൂൾ ലാഹോറിൽ സ്ഥാപിച്ചത് ലാല ഹൻസ് രാജ്. വർഷം 1886. ഹരിദ്വാറിൽ കാങ്കരി ഗുരുകുലം സ്ഥാപിച്ച ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനാണ് സ്വാമി ശ്രദ്ധാനന്ദ. സ്ഥാപിച്ച വർഷം 1902. ദയാനന്ദ സരസ്വതിയുടെ കാഴ്ചപ്പാടുകളെ എതിർത്ത രാജാവ് ജോധ്പൂർ രാജാവാണ്. ജോധ്പൂർ രാജാവിന്റെ കൊട്ടാരത്തിൽ വെച്ച് വിഷം കലർന്ന ഭക്ഷണം കഴിച്ചതിനെ തുടർന്നാണ് ദയാനന്ദ സരസ്വതി അന്തരിച്ചത്. ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാല ലജ്പത് റായ്. ദക്ഷിണേന്ത്യയിലെ ദയാനന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തി രാമലിംഗ അടികൾ. ദയാനന്ദ സരസ്വതിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് സത്യാർത്ഥ പ്രകാശം, ഋഗ്വേദ ഭാഷ്യ ഭൂമിക. ദയാനന്ദ സരസ്വതിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ് സത്യാർത്ഥ പ്രകാശം, ഋഗ്വേദ ഭാഷ്യ ഭൂമിക. ഹിന്ദുമതത്തിൽ കാൽവിൻ എന്നറിയപ്പെടുന്ന വ്യക്തി ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉയർത്തിയ വ്യക്തി, ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന വ്യക്തി, വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന ആഹ്വാനം ചെയ്ത വ്യക്തി, ആര്യന്മാരുടെ ആഗമനം ടിബറ്റിൽ നിന്നാണ് എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി, സ്വരാജ്യ, സ്വഭാഷ്യ, സ്വധർമ്മ എന്നീ വാക്കുകൾ ആദ്യമായിട്ട് ഉപയോഗിച്ച വ്യക്തി, ഹിന്ദി ദേശീയ ഭാഷയായിട്ട് അംഗീകരിക്കണമെന്ന് ആദ്യമായിട്ട് അഭിപ്രായപ്പെട്ട വ്യക്തി എന്നെല്ലാം ചോദിച്ചാൽ ഉത്തരം ദയാനന്ദ സരസ്വതി. അടുത്തതായിട്ട് നമുക്ക് മദ്രാസ് മഹാജനസഭ കുറിച്ച് നോക്കാം. മദ്രാസ് മഹാജനസഭ 1884. മദ്രാസ് പ്രവിശ്യകളുമായിട്ട് ബന്ധപ്പെട്ട ദേശീയ സംഘടനയാണ് മദ്രാസ് മഹാജനസഭ. മദ്രാസ് മഹാജനസഭ സ്ഥാപിതമായിട്ടുള്ള വർഷം 1884. മദ്രാസ് മഹാജനസഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് എം വീരരാഘവ ആചാര്യൻ. മദ്രാസ് മഹാജനസഭയുടെ മറ്റു സ്ഥാപക നേതാക്കളാണ് ജി സുബ്രഹ്മണ്യ അയ്യർ, പി ആനന്ദ ചാർലു, എസ് രാമസ്വാമി മുതലിയാർ. മദ്രാസ് മഹാജനസഭയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1884 ഡിസംബർ 29 മുതൽ 1885 ജാനുവരി 2 വരെ. മദ്രാസ് മഹാജനസഭയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് പി രംഗയ്യ നായിഡു. മദ്രാസ് മഹാജനസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ആർ ബാലാജി റാവു ആണ് മദ്രാസ് മഹാജനസഭയുടെ ആദ്യത്തെ സെക്രട്ടറി. അടുത്തതായിട്ട് രാമകൃഷ്ണ മിഷനെ കുറിച്ച് നോക്കാം. വർഷം 1892.
1897 രാമകൃഷ്ണ മിഷൻ. രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായ വർഷം 1897. രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകൻ സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലെ ബേലൂർ എന്ന സ്ഥലത്താണ്. രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യം ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ എന്നാണ്. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗമാണ് ശാരദാ മഠം. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ശ്രീ രാമകൃഷ്ണ പരമഹംസർ. ദക്ഷിണേശ്വരത്തെ സന്യാസി എന്നറിയപ്പെടുന്നത് ശ്രീ രാമകൃഷ്ണ പരമഹംസറെയാണ്. സ്വാമി വിവേകാനന്ദനെ കുറിച്ച് നോക്കാം. ജനനം 1863 ജനുവരി 12. ജന്മസ്ഥലം കൊൽക്കത്ത. യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ദത്ത. പിതാവ് വിശ്വനാഥ ദത്ത. മാതാവ് ഭുവനേശ്വരി. മരണം 1902 ജൂലൈ 4. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് ആരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആത്മീയ നേതാവാണ് വിവേകാനന്ദൻ എന്ന് വിശേഷിപ്പിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. വിവേകാനന്ദനെ വേദാന്ത ശിരോമണി എന്ന് വിശേഷിപ്പിച്ച വ്യക്തി വില്യം ജെയിംസ്. വില്യം ജെയിംസ് ആണ് വിവേകാനന്ദനെ വേദാന്ത ശിരോമണി എന്ന് വിശേഷിപ്പിച്ചത്. വിവേകാനന്ദനും ശ്രീരാമ പരമഹംസനും തമ്മിൽ കണ്ടുമുട്ടിയ വർഷം 1881. വിവേകാനന്ദൻ കേരളം സന്ദർശിച്ച വർഷം 1892. വിവേകാനന്ദന്റെ ആദ്യത്തെ പൊതു പ്രഭാഷണം നടന്ന സ്ഥലം സെക്കന്ദരാബാദ്. വർഷം 1893. ചിക്കാഗോയിൽ വെച്ച് നടന്ന ലോക മത സമ്മേളനത്തിൽ വിവേകാനന്ദൻ പങ്കെടുത്തത് 1893 സെപ്റ്റംബർ മാസം 11. ചിക്കാഗോ മതസമ്മേളനത്തിലെ പ്രസംഗത്തിന് ശേഷം അമേരിക്കൻ ജനത സ്വാമിയെ വിശേഷിപ്പിച്ചത് ചക്രവാത സദൃശ്യനായ ഹിന്ദു എന്നാണ്. ചിക്കാഗോ മതസമ്മേളനത്തിൽ വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത മലയാളിയാണ് രാജാ രവിവർമ്മ. സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ച വർഷം 1894. സ്വാമി വിവേകാനന്ദൻ വേദാന്ത സൊസൈറ്റി ഓഫ് ന്യൂയോർക്ക് സ്ഥാപിച്ച വർഷം 1894. വിവേകാനന്ദൻ ശ്രീ രാമകൃഷ്ണ ആശ്രമം സ്ഥാപിച്ച വർഷം 1897. ശ്രീ രാമകൃഷ്ണ ആശ്രമത്തിന്റെ ആസ്ഥാനം ബേലൂർ മഠം, പശ്ചിമ ബംഗാളാണ്. ശ്രീരാമകൃഷ്ണ ആശ്രമത്തിന്റെ ആസ്ഥാനമാണ് പശ്ചിമ ബംഗാളിലെ ബേലൂർ മഠം. 1899 മുതൽ 1900 വരെ പാരീസ് റിലീജിയൻസ് കോൺഗ്രസിൽ പങ്കെടുത്ത ഇന്ത്യൻ നേതാവ് ആരെന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ. സ്വാമി വിവേകാനന്ദന്റെ ആദ്യ ശിഷ്യൻ ആരാണ്? ശരത് ചന്ദ്രഗുപ്തനാണ്. സ്വാമി വിവേകാനന്ദന്റെ ആദ്യത്തെ ശിഷ്യനാണ് ശരത് ചന്ദ്രഗുപ്തൻ. വിവേകാനന്ദന്റെ ശിഷ്യനായിരുന്ന വനിതയാണ് സിസ്റ്റർ നിവേദിത. സിസ്റ്റർ നിവേദിതയുടെ യഥാർത്ഥ പേര് മാർഗരറ്റ് എലിസബത്ത് നോബിൾ. സിസ്റ്റർ നിവേദിതയുടെ ശിഷ്യത്വം സ്വീകരിച്ച തമിഴ് കവി ആരെന്ന് ചോദിച്ചാൽ സുബ്രഹ്മണ്യ ഭാരതി. വിവേകാനന്ദൻ ആരംഭിച്ച ഇംഗ്ലീഷ് മാസിക പ്രബുദ്ധ ഭാരതം. വിവേകാനന്ദൻ ആരംഭിച്ച ബംഗാളി മാസിക ഉദ്ബോധൻ. ഇംഗ്ലീഷ് മാസിക പ്രബുദ്ധ ഭാരതം, ബംഗാളി മാസിക ഉദ്ബോധൻ. വിവേകാനന്ദന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി. മാൻ ദ മേക്കർ ഓഫ് ഹിസ് ഓൺ ഡെസ്റ്റിനി എന്ന പുസ്തകം രചിച്ചത് വിവേകാനന്ദൻ. വിവേകാനന്ദന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു വചനമാണ് ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യ വരാൻ നിബോധിത. അർത്ഥം ഉണരൂ, എഴുന്നേൽക്കൂ, ലക്ഷ്യം നേടുന്നത് വരെ പ്രവർത്തിക്കൂ എന്നാണ്. വിവേകാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ.
രാജയോഗ, കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാന യോഗ എന്നിവയൊക്കെ വിവേകാനന്ദന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. 1984 മുതൽ വിവേകാനന്ദന്റെ ജന്മദിനമായിട്ടുള്ള ജാനുവരി 12 ദേശീയ യുവജന ദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. വിവേകാനന്ദ പ്രതിമ സ്ഥിതി ചെയ്യുന്ന സ്ഥലം കന്യാകുമാരി. വിവേകാനന്ദ പ്രതിമ കന്യാകുമാരി. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആഗമാനന്ദ സ്വാമികളാണ്. ശ്രീ രാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സജീവ പ്രവർത്തകനായിട്ടുള്ള നവോത്ഥാന നായകൻ ആഗമാനന്ദ സ്വാമികളാണ്. ഗീതയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് വിവേകാനന്ദൻ. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ദയാനന്ദ സരസ്വതി. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് റൂസോ. ബൈബിളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് മാർട്ടിൻ ലൂതർ കിങ്. ഗീതയിലേക്ക് മടങ്ങുക വിവേകാനന്ദൻ, വേദങ്ങളിലേക്ക് മടങ്ങുക ദയാനന്ദ സരസ്വതി, പ്രകൃതിയിലേക്ക് മടങ്ങുക റൂസോ, ബൈബിളിലേക്ക് മടങ്ങുക മാർട്ടിൻ ലൂതർ കിങ് ആണ് പറഞ്ഞത്. ആഗമാനന്ദ സ്വാമികൾ കാലടിയിൽ ശ്രീരാമകൃഷ്ണ ആശ്രമം ആരംഭിച്ച വർഷം 1936. ചക്രവാത സദൃശ്യനായ ഹിന്ദു, ബ്രാഹ്മണ സന്യാസി, പോരാളിയായ പ്രവാചകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട വ്യക്തി, കേരളത്തെ പ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച വ്യക്തി, മഹത്തായ രണ്ട് വ്യവസ്ഥകളായിട്ടുള്ള ഹൈന്ദവതയുടെയും ഇസ്ലാമികതയുടെയും കൂടിച്ചേരലാണ് നമ്മുടെ മാതൃരാജ്യത്തിന്റെ ഏക പ്രതീക്ഷ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി, ഗീതയിലേക്ക് മടങ്ങാൻ ഗോ ബാക്ക് ടു ഗീത എന്ന് ആഹ്വാനം ചെയ്ത വ്യക്തി എന്നെല്ലാം ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് സ്വാമി വിവേകാനന്ദൻ. ഹിതകാരിണി സഭയെക്കുറിച്ച് നോക്കാം. ഹിതകാരിണി സമാജ് അത് സ്ഥാപിതമായിട്ടുള്ള വർഷം 1906. ഹിതകാരിണി സമാജ് സ്ഥാപിച്ച വ്യക്തി വീരേശലിംഗം പന്തലു. വീരേശലിംഗം പന്തലു ഹിതകാരിണി സമാജ് സ്ഥാപിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. വീരേശലിംഗം പന്തലു സ്ഥാപിച്ച മാസിക വിവേക വർദ്ധിനി. വീരേശലിംഗം പന്തലുവിനെ കുറിച്ച് ചുരുക്കമെന്ന് നോക്കാം. ജനനം 1848 ഏപ്രിൽ 16. ജന്മസ്ഥലം രാജമുന്ദ്രിയാണ്, ആന്ധ്രാപ്രദേശിലെ രാജമുന്ദ്രി. മരണം 1919 മെയ് മാസം 27. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ഹിതകാരിണി സമാജം, സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള രാമകൃഷ്ണ മിഷൻ, മദ്രാസ് മഹാജനസഭ, സ്വാമി ദയാനന്ദ സരസ്വതിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും അതേപോലെ ദേവേന്ദ്രനാഥ ടാഗോറും ബ്രഹ്മസമാജവും രാജാറാം മോഹൻ റോയിയെ കുറിച്ചുമൊക്കെയാണ് നമ്മൾ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന ഈ ഒരു ടോപ്പിക്കിലൂടെ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. കൂടുതൽ ഇതേപോലെയുള്ള ടോപ്പിക്സ് ഉടൻ തന്നെ വരുന്നതാണ്. അത് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എൻ്റെ അടുത്ത് പറയണമെങ്കിൽ അത് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. കൂടുതൽ വീഡിയോസ് ഉടൻ വരുന്നതായിരിക്കും. ഏവർക്കും നന്ദി, നമസ്കാരം.